ഏകാദശസ്കന്ധം 8-ാമത്തെ അധ്യായം 6, 7, 8. 8-ാമത്തെ അധ്യായത്തിലെ 24 ഗുരുക്കന്മാരെ കുറിച്ച് ആണ് പറയുന്നത്. അപ്പം ആ ഭാഗങ്ങളെ അനുസ്മരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ജയശ്രീ രവി, വസായി, മുംബൈ. നമുക്കറിയാം, ഇതിനു മുമ്പ് ഉപാസനകളിലും ധാരാളം സത്സംഗങ്ങളിലും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ഒരു അനാരോഗ്യം വന്ന് കുറച്ച് നാളായിട്ട് ഇപ്പൊ റെസ്റ്റിലൊക്കെ ആയിരുന്നു. എന്തായാലും ഗുരുവായൂരപ്പൻ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പം ആമേ എല്ലാ ഈ ഭാഗവതഹംസം മല്ലൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭാഗവത നവാഹയജ്ഞത്തിന്റെ 8-ാം ദിവസത്തെ അവസാനത്തെ പ്രഭാഷണത്തിനായിട്ട് എല്ലാ ആചാര്യമര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. പീതാംബരം കരവിരാജിത ശംഖുചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം അദാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ. ഇങ്ങനെയുള്ളൊരു സംരംഭത്തില് എനിക്ക് ഭാഗവാക്കാൻ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മനുത്തിരുമേനി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ശാരീരിക അസ്വാസ്ഥ്യം കൊണ്ട് ഞാൻ ഒന്നിനും ഒരു ഇതിലും ഉദ്യമത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നില്ല. അപ്പൊ തിരുമേനി പറഞ്ഞ കാരണം ഞാൻ എന്തായാലും ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണിന്റെ 2 കാറ്ററാക്ട് ഓപ്പറേഷനും കഴിഞ്ഞത്. അത് കാരണം വായിക്കാനോ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അറിയുന്ന മാതിരിയൊക്കെ ഞാൻ ചെയ്യാം. അപ്പൊ എനിക്ക് ഏകാദശ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തെയാണ് എനിക്ക് തന്നിരിക്കുന്നത് പറയാൻ. അതിനു മുമ്പ് ഇങ്ങനെയാണ് കൃഷ്ണ ഭഗവാൻ ഉദ്ധവന് ഉപദേശം നൽകുന്നതെന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. ഭഗവാൻ ഭഗവത്ധാമത്തിലേക്ക് പോകണമെന്ന് ശ്രമിച്ച ഉദ്ധവന് പ്രാർത്ഥനാ നിരപരമായ അഭ്യർത്ഥനയ്ക്ക് ഭഗവാനോട് കൃഷ്ണനോട് പറയുകയാണ്, എന്നെയും കൂടെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന്. പക്ഷെ കൃഷ്ണൻ ഉദ്ധവനോട് സന്യാസക്രമം സ്വീകരിക്കാൻ ഉപദേശിച്ച് ഉദ്ധവന് കൂടുതൽ വിപുലമായ ഉപദേശങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ ഒരു അവധൂതൻ തന്റെ 24 ആധ്യാത്മിക ഗുരുക്കന്മാരെ കുറിച്ച് നൽകുന്ന ആഖ്യാനമാണ് ഇവിടെ വിവരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ തന്റെ അവതാരലക്ഷ്യം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞതിനാലും കലിയുഗത്തിന്റെ ദൗർഭാഗ്യങ്ങൾ സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നതായി ഉദ്ധവനെ അറിയിച്ചു. തന്നിൽ മനസ്സ് ദൃഢമാക്കിയും ചൈതന്യാധികമയും സാക്ഷാത്കൃതവുമായ അതീന്ദ്രിയ ജ്ഞാനത്തിൽ സ്വയം സ്ഥാപിച്ചും സന്യാസം സ്വീകരിക്കാൻ ഭഗവാൻ ഉദ്ധവനെ ഉപദേശിച്ചു. മാലിന്യസ്പർശമില്ലാതെയും സകല ജീവികളുടെയും അനുകമ്പയോടും കൂടിയും ഭഗവാന്റെ മായാശക്തിയുടെയും ജീവസത്തുക്കളുടെയും ഭാവനയുടെയും സംയോജിത ആവിഷ്കാരമായ ഈ താത്കാലിക ലോകത്തിൽ എങ്ങും പരിണനം ചെയ്യുവാനും ഭഗവാൻ ഉദ്ധവനോട് നിർദ്ദേശിച്ചു. താൻ സ്വയം നിരപേക്ഷ സത്യത്തിന്റെ ഒരേ ഒരു യഥാർത്ഥ ഗുരുവിനെ പരിപൂർണനും വൈകുണ്ഠനാഥനും എല്ലാ ജീവസത്തുക്കളുടെയും ഒരേ ഒരു യഥാർത്ഥ മിത്രവുമായ ഭഗവാൻ നാരായണനെ ശരണം പ്രാപിച്ചതായിട്ട് ഉദ്ധവൻ പ്രഖ്യാപിച്ചു. ഇത് ശ്രവിച്ച ഭഗവാൻ ജീവാത്മാവ് സ്വയം അയാളുടെ ഗുരുവാണെന്ന് മറുപടി പറഞ്ഞു. ഈ മനുഷ്യ ശരീരത്തിനുള്ളില് മനുഷ്യ ജീവികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ മാർഗങ്ങളിലൂടെ പരമോന്നതമായ ഭഗവാനെ അന്വേഷിക്കാനും ആത്യന്തികമായി അദ്ദേഹത്തെ നേടാനും കഴിയാൻ ഇക്കാരണത്താൽ മനുഷ്യജന്മം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇത് സംബന്ധിച്ച് ഒരു ബ്രാഹ്മണ അവധൂതനും യദു മഹാരാജാവിനും തമ്മിൽ നടത്തിയ ഒരു പുരാതന സംഭാഷണം കൃഷ്ണൻ ഉദ്ധവനെ വിവരിച്ചു തുടങ്ങുന്നു. യയായുടെ പുത്രൻ യദു മഹാരാജാവ് ഒരിക്കൽ അത്യുന്നതമായ അതീന്ദ്രിയോന്മാദത്താൽ ഒരു പ്രേതത്താൽ വേട്ടയാടുന്നവനെ പോലെ പ്രവചനാതീതനായി പ്രവർത്തിക്കുന്ന അവിടെയും ഇവിടെയും സഞ്ചരിക്കുന്ന ഒരു അവധൂതനെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. രാജാവ് ആ വിശുദ്ധ വ്യക്തിയോട് അദ്ദേഹത്തിന്റെ പര്യടനത്തിന്റെയും ഉന്മതാവസ്ഥയുടെയും കാരണം അന്വേഷിക്കുകയും അവധൂതൻ
അദ്ദേഹത്തിന് ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി തുടങ്ങിയ 24 വിഭിന്നമായ ഗുരുക്കന്മാരിൽ നിന്ന് നാനാതരത്തിലുള്ള ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അവരിൽ നിന്ന് നേടിയ ജ്ഞാനത്താൽ അദ്ദേഹത്തിന് ഭൂമിയിലെമ്പാടും മുക്താവസ്ഥയിൽ സഞ്ചരിക്കാൻ സാധിച്ചു. സമചിത്തനായിരിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം ഭൂമിയിൽ നിന്ന് പഠിച്ചു. ഭൂമിയുടെ ആവിഷ്കരങ്ങളായ പർവ്വതത്തിൽ നിന്നും വൃക്ഷത്തിൽ നിന്നും യഥാക്രമം അന്യർക്കു വേണ്ടി എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടതെന്നും അന്യരുടെ ക്ഷേമത്തിന് വേണ്ടി സ്വജീവിതം സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അദ്ദേഹം പഠിച്ചു. ശരീരത്തിനുള്ളിലെ പ്രാണവായു എന്ന നിലയിൽ കാറ്റിൽ നിന്ന് ഒരുവൻ സ്വയം ജീവനോടെ സംരക്ഷിച്ച് മാത്രം സംതൃപ്തിയോടെ അടയേണ്ടതെന്ന് എങ്ങനെയെന്നും ബാഹ്യമായ കാറ്റിൽ നിന്ന് ശരീരത്തിലും ഇന്ദ്രിയ വിഷയങ്ങളാലും മലിനീകരിക്കേണ്ടതെന്ന് എങ്ങനെയെന്നും പഠിച്ചു. ആകാശത്തിൽ നിന്ന് സർവ്വവ്യാപിയായ ആത്മാവ് അവിഭാജ്യമായും അഗോചരവുമായിരിക്കുന്നതെന്ന് എങ്ങനെയെന്ന് അദ്ദേഹം പഠിച്ചു. സ്വാഭാവികമായും ശുദ്ധമായും ശുദ്ധീകരിക്കുന്നതുമായിരിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം ജലത്തിൽ നിന്ന് പഠിച്ചു. അഗ്നിയിൽ നിന്ന് സ്വയം മാലിന്യപ്പെടാതെ എല്ലാ വസ്തുക്കളെയും ഗ്രഹിക്കുന്നതിനും തനിക്ക് അർപ്പണങ്ങൾ നടത്തുന്നവരുടെ അമംഗളകരമായ അഭിലാഷങ്ങൾ നശിപ്പിക്കേണ്ടതും എങ്ങനെയെന്നും അദ്ദേഹം പഠിച്ചു. ആത്മാവ് ഓരോ ശരീരത്തിനുള്ളിലും പ്രവേശിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും എങ്ങനെയെന്നും ശരീരസ്ഥായവരുടെ ജനന മരണങ്ങളെ വിവേചിച്ചറിയാൻ കഴിയാത്തത് എങ്ങനെയെന്നും അദ്ദേഹം അഗ്നിയിൽ നിന്ന് ഗ്രഹിച്ചു. ഭൗതിക ശരീരം വൃദ്ധി പ്രാപിക്കുന്നതും ക്ഷയിക്കുന്നതും എങ്ങനെയെന്ന് അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് പഠിച്ചു. സൂര്യനിൽ നിന്ന് ഇന്ദ്രിയ വിഷയങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴും ബന്ധനം ഒഴിവാക്കുന്നത് ഏതു വിധേനയാണെന്നും ആത്മാവിനെ യഥാരൂപത്തിലും അഭയാർത്ഥമായ ഉപാധിബദ്ധമായ ആവരണത്തിലും ദർശിക്കുന്ന 2 വ്യത്യസ്ത വീക്ഷണങ്ങളും അദ്ദേഹം പഠിച്ചു. മാടപ്രാവിൽ നിന്ന് അദ്ദേഹം ഒരുവന് അമിതമായ മമതയും ആസക്തിയും എങ്ങനെ ഗുണകരമല്ലെന്ന് പഠിക്കുകയാണ്. ഈ മനുഷ്യ ശരീരം മോക്ഷത്തിനുള്ള തുറന്ന വാതിലാണ്. പക്ഷേ മാടപ്രാവിനെ പോലെ കുടുംബജീവിതത്തിൽ ആസക്തനാകുന്ന ഒരുവൻ വീണ്ടും താഴേക്ക് വീഴുന്നത് വേണ്ടി ഉയരസ്ഥലത്തിലേക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് സദൃശ്യമാണ്. അങ്ങനെ ബ്രാഹ്മണ അവധൂതൻ പെരുമ്പാമ്പ് മുതലായ അദ്ദേഹത്തിന്റെ 9 ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങൾ യദു മഹാരാജാവിനോട് വിവരിച്ചത് ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുകയാണ് ചെയ്യുന്നത്. ബുദ്ധിമാനായ ഒരു വ്യക്തി അനാസക്ത മനോഭാവം വളർത്തണമെന്നും യാദൃച്ഛികമായി വന്നു ചേരുന്നതോ അതുകൊണ്ട് അല്ലെങ്കിൽ അനായാസമായി ലഭിക്കുന്നത് എന്തോ അതുകൊണ്ട് ശരീരത്തെ സംരക്ഷിക്കണമെന്നുമാണ് ബ്രാഹ്മണവധൂതന് പെരുമ്പാമ്പിൽ നിന്ന് കിട്ടിയ ഉപദേശം. ഈ വിധത്തിൽ അയാൾ എല്ലായ്പ്പോഴും ഭഗവത് ആരാധനയിൽ മുഴുകണം. ഭഗവാന്റെ ആരാധനയിൽ പൂർണ്ണമായി മുഴുകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഭക്ഷണമൊന്നും ലഭിച്ചെങ്കിൽ പോലും അവൻ യാചിക്കരുത്. പകരം എനിക്ക് ആസ്വദിക്കാൻ വിധിക്കപ്പെട്ടത് എന്തായാലും അത് സ്വാഭാവികമായി വന്നു ചേരും. അതിനാൽ എൻ്റെ ആയുസ്സിന്റെ ശിഷ്ടഭാഗം ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വ്യാകുലപ്പെട്ട് വെറുതെ പാഴാക്കേണ്ടതില്ല എന്ന് ചിന്തിച്ച് അവൻ ആ സാഹചര്യത്തെ ഈശ്വരന്റെ ക്രമീകരണമായി മനസ്സിലാക്കണം. ഭക്ഷണമൊന്നും ലഭിച്ചില്ലെങ്കിലും മനസ്സ് ക്ഷമാപൂർവം പരമോന്നതമായ ഭഗവാനിൽ ധ്യാനത്തിൽ ഉറപ്പിച്ച് പെരുമ്പാമ്പിനെ പോലെ ശയിക്കണം. പരമപുരുഷൻ സമർപ്പിതനായ മുനിയുടെ മനസ്സ് ശാന്തമായ സമുദ്രത്തെ പോലെ വ്യക്തവും ധീരവുമായിരിക്കണം എന്ന ഉപദേശമാണ് അവധൂത ബ്രാഹ്മണൻ സമുദ്രത്തിൽ നിന്ന് ലഭിച്ചത്. വർഷകാലത്ത് വെള്ളം നിറഞ്ഞ കവിഞ്ഞ നദികളെല്ലാം അവയിലെ ജലം സമുദ്രത്തിലേക്ക് ഒഴുകുമ്പോഴും സമുദ്രം കരകവിയുന്നില്ല. വേനൽക്കാലത്ത് നദികൾ വെള്ളം നൽകാത്തപ്പോൾ വരണ്ട് ഉണങ്ങുന്നതുമില്ല. അതുപോലെ കൃഷി അഭികാമ്യമായവ ലഭിക്കുമ്പോൾ ആഹ്ലാദിക്കുകയോ അവയുടെ അഭാവത്തിൽ ദുഃഖിക്കുകയോ ചെയ്യരുത്. അഗ്നിയാൽ ആകർഷിക്കപ്പെട്ട ശലഭത്തിന്റെ ജീവിതം അഗ്നിയിൽ ഒടുങ്ങുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിഡ്ഢി സ്വർണ്ണാഭരണങ്ങളാലും പകിട്ടുള്ള വസ്ത്രങ്ങളാലും അണിഞ്ഞൊരുങ്ങിയ സ്ത്രീ രൂപങ്ങളാൽ ആകർഷിക്കപ്പെട്ട് ഭഗവാന്റെ ദിവ്യമായ മായാശക്തിയുടെ മൂർത്തരൂപങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് തന്റെ ജീവിതം അകാലത്തിൽ നഷ്ടപ്പെടുത്തുകയും ഏറ്റവും ഭീമാകാരമായ നരകത്തിൽ പതിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഈയാമ്പാറ്റയുടെ ഉപദേശം. ഒരു മുനി തന്റെ ശരീരം സംരക്ഷിക്കുന്നതിന് വിവിധ ഗൃഹങ്ങളിൽ നിന്ന് ചെറിയ അളവിലുള്ള ഭക്ഷണം മാത്രമേ ശേഖരിക്കാവൂ എന്നും ദിനംതോറുമുള്ള അവന്റെ മാതുകരി ധർമ്മം അപ്രകാരം പരിശീലിക്കണം എന്നതുമുള്ള ഉപദേശം വണ്ടിൽ നിന്ന് പഠിച്ചു ഋഷി. ഈ എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള അനിവാര്യമായ സത്യങ്ങൾ അവ മഹത്തത്വമേറിയവയാണെങ്കിലും നിസ്സാരമായാലും ശേഖരിക്കുകയും ചെയ്യണം.
ഭിക്ഷാന്തേഹിയായ സന്യാസി യാചിച്ചു കിട്ടുന്ന ഭക്ഷണം ആ രാത്രിയിലേക്കോ അടുത്ത ദിവസത്തിലേക്കോ ശേഖരിച്ചു വെക്കരുതെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം അതിമോഹിയായ തേനീച്ച തേൻ ശേഖരത്തോടൊപ്പം നശിപ്പിക്കുന്നത് പോലെ അത് നശിച്ചു പോകുകയെന്ന് തേനീച്ചയിൽ നിന്ന് പഠിച്ചു. ആനയിൽ നിന്ന് അവധൂത ബ്രാഹ്മണന് താഴെ പറയുന്ന ഉപദേശമാണ് ലഭിച്ചത്. ആനവേട്ടക്കാർ പിടിക്കപ്പെട്ട വിടിയാനകളുടെ പിന്നാലെ കൊമ്പനാനകളെ വരുത്താൻ തന്ത്രം മെനയാറുണ്ട്. അങ്ങനെ പോകുന്ന കൊമ്പനാനകൾ വേട്ടക്കാർ തീർക്കുന്ന ആഴമേറിയ വാരിക്കുഴികളിൽ വീഴുകയും പിടികൂടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീയുടെ രൂപത്തിൽ ആസനക്തനാകുന്ന പുരുഷൻ ഭൗതിക ജീവിതത്തിൽ അഗാധ ഗർത്തത്തിൽ പതിക്കുകയും നശിക്കപ്പെടുകയും ചെയ്യുന്നു. തേനീച്ച കഠിനാധ്വാനം ചെയ്ത് ശേഖരിക്കുന്ന തേൻ തൻ മോഷ്ടിക്കുന്നത് പോലെ തന്നെ ഗൃഹസ്ഥൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണം, വിലപ്പെട്ട വസ്തുക്കളും ജീവിതത്തിൽ പരിത്യാഗക്രമത്തിലുള്ള ഒരു വ്യക്തിക്ക് ആസ്വദിക്കാൻ മറ്റൊരേക്കാളും അവകാശമുണ്ടെന്ന് തേൻ മോഷ്ടാവിൽ നിന്ന് പഠിച്ചു. വേട്ടക്കാരന്റെ വേണുഗാനം കേട്ട് ആശയക്കുഴപ്പത്തിലാകുന്ന മാൻ ജീവൻ നഷ്ടപ്പെടുന്നത് പോലെ ലൗകിക സംഗീതത്തിലും ഗാനത്താലും ആകർഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും യാതൊരു പ്രയോജനമില്ലാതെ അവന്റെ ജീവിതം പാഴാക്കുകയാണ് ചെയ്യുന്നത് എന്നായിരുന്നു മാനിൽ നിന്ന് ലഭിച്ച ഉപദേശം. നാക്കിന്റെ ആസക്തിയുടെ സ്വാധീനത്താൽ മത്സ്യം ഈ കോർത്ത ചൂണ്ടയാൽ പിടിക്കപ്പെടുകയും ചാവുകയും ചെയ്യുന്നു എന്നാണ് മത്സ്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ പാഠം. അതുപോലെ വിവേകമില്ലാത്ത ഒരു വ്യക്തിയും മതിവരാത്ത നാക്കിന്റെ ഇരയായി പിങ്കള എന്നൊരു വേശ്യ ഉണ്ടായിരുന്നു. അവളിൽ നിന്ന് അവധൂതൻ മറ്റൊരു പാഠമാണ് പഠിച്ചത്. ഒരു ദിവസം അവൾ ആകർഷകമായ അടയാഭരണങ്ങളാൽ അണിഞ്ഞൊരുങ്ങി അസ്തമനം മുതൽ പാതിരാത്രി വരെ അങ്ങേയറ്റം പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും സമയം കടന്നുപോയപ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥമായി. അവളെ കാണാൻ ഒരു പുരുഷനും വന്നില്ല. വെറുപ്പിനാൽ അവൾ കമിതാക്കൾക്കു വേണ്ടി ആശയോടുള്ള കാത്തിരിപ്പ് ഉപേക്ഷിച്ച് അവസാനം വിരക്തിയായി തീർന്നു. അവൾ ഭഗവാൻ ഹരിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതിൽ ഏർപ്പെട്ടു. അങ്ങനെ അവളുടെ മനസ്സ് പരമമായ ശാന്തിയുടെ തലം പ്രാപിച്ചു. സർവ ക്ലേശങ്ങളുടെയും മൂലകാരണം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയാണെന്നായിരുന്നു അവളിൽ നിന്ന് ലഭിച്ച ഉപദേശം. അതുകൊണ്ട് അത്തരം ആസക്തികൾ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരുവന് മാത്രമേ ഭഗവാനിൽ ധ്യാനം ഉറപ്പിക്കുവാനും ശാന്തി നേടാനും കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പിങ്കള പറയുന്നത് എന്താ വെച്ചാൽ, മനസ്സിൽ ദുഷ്നിശ്ചയം ചെയ്ത് പിങ്കള കാമുകന്മാരിലുള്ള പാപകരമായ ആഗ്രഹങ്ങളെല്ലാം ഛേദിച്ച് പരിപൂർണമായ പ്രശാന്തവസ്ഥയിൽ സ്ഥിതി ചെയ്ത് തുടർന്ന് അവളുടെ ദേഹാഭിമാനം എല്ലാം നശിച്ച് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഭൗതിക മോഹം പരമമായ ദുഃഖത്തിനും അത്തരം മോഹത്തിൽ നിന്നുള്ള മോചനം പരമമായ സുഖത്തിനും കാരണമാകുന്നു. അതല്ലേ പിങ്കള പറയുന്നത്, ആശയുണ്ടെങ്കിൽ അത് ദുഃഖത്തിനും ആശയില്ലാത്തത് പരമസുഖത്തിനും കാരണമാകുന്നു. അതിനാൽ നമ്മൾ നമ്മുടേതായുള്ള ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഭഗവാനിൽ എന്നും നമ്മളുടെ സർവ്വ ഇന്ദ്രിയങ്ങളെയും അവിടേക്ക് സമർപ്പിച്ച് നമുക്ക് നല്ല വഴി കാട്ടിത്തരാൻ ഭഗവാൻ നമുക്ക് തീർച്ചയായിട്ടും വഴികാട്ടിത്തരണമേ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. മനത്തിരുമയ്ക്ക് പ്രധാനമായിട്ട് ഞാൻ ഇത് പറയുന്നു, നമസ്കാരം പറയുന്നു. മറ്റുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി സർവം നാരായണായേതി സമർപ്പയാമി. എന്തായാലും ഇന്ന് രാമായണ മാസത്തില് ഈ ഒരു ഇത് പറയാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിന് ഞാൻ മനുത്തിരിമേനോട് തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ. നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും വളരെ താമസിച്ചാണെങ്കിൽ പോലും അല്ലെ, ഫ്രഷായിട്ട് നമുക്ക് ആ ഏകാദശത്തിന്റെ തത്വങ്ങളെ
24 ഗുരുക്കന്മാരിലെ ഓരോരുത്തരെയും പ്രത്യേകം എടുത്ത് പറഞ്ഞു തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മനത്തിരുമേനി അല്ല, ശരിക്ക് ഗുരുവായൂരപ്പനാണ് ഓരോന്ന് നിശ്ചയിച്ച ഓരോരുത്തർക്കും, അല്ലേ? അപ്പം ഇന്ന് അത് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഗുരുവായൂരപ്പൻ ഇനിയും ധാരാളം സത്സംഗങ്ങൾ ജയചേച്ചിക്ക് കൂടാനും അതുപോലെ തന്നെ പാരായണം ചെയ്യാനും കീർത്തനങ്ങൾ പാടാനും ഒക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും ഒക്കെ ധാരാളം അവസരങ്ങൾ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ ഉപരി ഇപ്പോഴത്തെ ഈ അനാരോഗ്യമൊക്കെ മാറി, എല്ലാം മാറി ഫ്രഷായിട്ട് ഇനി വീണ്ടും അടുത്ത സത്സംഗത്തിലേക്ക് പോകാൻ ഗുരുവായൂരപ്പൻ വേഗം ആക്കാൻ വേണ്ടിയിട്ട് ഭാഗവത കുടുംബം ഒന്നടങ്കം ഗുരുവായൂരപ്പനോട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു, നമസ്കരിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.